റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷിബു ബേബി ജോൺ പിണറായി വിജയനെതിരെ നടത്തിയ വലിയ രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയായാലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കിടയിലായാലും വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ ഇതാണ്. നിലവിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് സേനയ്ക്കെതിരെ PV അൻവർ നടത്തുന്ന ശക്തമായ ഒരു യുദ്ധം എന്ന് തന്നെ പറയാം. പോലീസ് സേനയ്ക്കെതിരെയും സ്വന്തം പാർട്ടിക്കെതിരെയും ഇപ്പം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഷിബു ബേബി ജോണിന്റെ ഈ പുതിയ പരാമർശങ്ങൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. വളരെ വിചിത്രമായിട്ടുള്ള ഒരു കൊട്ടേഷനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, പിണറായി വിജയനെ പറ്റി പറയുമ്പോൾ ദാവൂദ് ഇബ്രാഹിം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദാവൂദ് ഇബ്രാഹിം ആണ് പിണറായി വിജയൻ. അല്ലെങ്കിൽ PV അൻവർ പറയുന്നു എൻ്റെ മാതൃക അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ദാവൂദ് ഇബ്രാഹിമിനെയാണ്. അപ്പം ഷിബു ബേബി ജോൺ പറയുന്നത് എന്താണ്? PV അൻവറിൻ്റെ ദാവൂദ് ഇബ്രാഹിം എന്നുള്ളത് പിണറായി വിജയനാണ് എന്നതാണ്. അപ്പോൾ എന്താണ് സൂര്യക്ക് എന്നെ പറ്റി പറയാനുള്ളത്? ഇപ്പോൾ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാതെയാണ് എന്തായാലും ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുള്ളത്. വേറൊരു കോട്ടും കൂടെ പറഞ്ഞിരുന്നു, കള്ളന് കഞ്ഞി വെച്ചവനാണ് പിണറായി വിജയൻ എന്നുള്ളൊരു പരാമർശം കൂടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ പിണറായി വിജയനെയും അൻവറിനെയും ഒറ്റക്കെട്ടായും ആ മൊത്തം പാർട്ടിയും തള്ളിപ്പറഞ്ഞുകൊണ്ടും പിണറായി വിജയനെതിരെയായിട്ടാണ് ഈ ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുള്ളത്. അതും ഇങ്ങനെ ഒരു പരാമർശത്തിലൂടെ എന്തായാലും ആ ഒരു മൊത്തം ഒരു പാർട്ടിയെ തന്നെയാണ് അദ്ദേഹം മോശമായിട്ട് പരാമർശിച്ചിട്ടുള്ളതും പിണറായി വിജയനെ പറഞ്ഞിട്ടുള്ളതും. ഷിബു ബേബി ജോണിന്റെ ഭാഗത്തുനിന്ന് നേരത്തെയും പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും കേസുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ മുഖവലിക്ക് എടുക്കാവുന്നത് തന്നെയാണ്. ആരും കാണാതെ പോകത്തില്ല അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വിവാദങ്ങളും പരാമർശങ്ങളൊന്നും തന്നെ. അതുമാത്രമല്ല, ഷിബു ബേബി ജോൺ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രസംഗിക്കുന്നത് സ്ക്രാച്ച് വീണ റെക്കോർഡ് പോലെയാണ്. വളരെ പരിഹസിക്കുക എന്നുള്ള പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിലെത്തി നിൽക്കുകയാണ് പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ട് ഷിബു ബേബി ജോൺ. ഇപ്പോൾ പ്രശ്നം ഇതൊന്നുമല്ല. ഷിബു ബേബി ജോൺ ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വെക്കാനുള്ള പ്രധാന കാരണം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിനെതിരെയുള്ള അല്ലെങ്കിൽ കേരളത്തിനെതിരെ നിന്നുകൊണ്ട് കുറേ ആക്ഷേപങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പിണറായി വിജയന് തിരിച്ച് പറയാൻ മറുപടി ഒന്നുമില്ല. അദ്ദേഹം മൗനമായിട്ട് നിൽക്കുകയാണ് നരേന്ദ്രമോദിയുടെ അടുത്ത്. അങ്ങനെ മൗനമായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എല്ലാ വിഷയങ്ങളും ആരെന്ത് ചോദ്യം ചെയ്താലും അതിനെതിരെ എല്ലാം മുഖം തിരിച്ച് മൗനമായിട്ട് പിണറായി വിജയൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മൗനമാണ് ഇന്നും സ്വർണ്ണക്കടത്ത് അന്നത്തെ ആ കേസ് ഇന്നും തെളിയാത്തതിൻ്റെ കാരണം പിണറായി വിജയൻ്റെ ഈ മൗനം തന്നെയാണ് എന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. അതുമാത്രമല്ല, നിയമസഭ പാസാക്കിയ നിയമങ്ങളൊന്നും ജനങ്ങൾക്ക് ബാധകമാകില്ല എന്നുള്ളൊരു മണ്ടത്തരം, ഒരു മൂഢത്തരം ഈ പിണറായി വിജയൻ പ്രസംഗത്തിലൂടെയൊക്കെ സംസാരിച്ചു എന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. ഒരുപക്ഷെ പിണറായി വിജയൻ ഇങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും അതിനെതിരെ കൃത്യമായ ഒരു പ്രതികരണം നൽകാത്തത് തന്നെയായിരിക്കാം ഇങ്ങനെയുള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടാവാൻ കാരണം. പിന്നെ നമുക്ക് അതിന് വേറൊരു സൈഡിൽ നിന്ന് പറയാം. ഇപ്പോൾ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഇവരെടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. പെട്ടെന്നൊരു ആരോപണം വരുമ്പോൾ അവരതിനെ സഡൻ ആക്ഷൻ ചിലപ്പോൾ പ്രതികരിക്കണമെന്നില്ല. ഒന്ന് സൈലന്റ് ആയിട്ട് നിന്നിട്ട് പെട്ടെന്നൊരു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും അതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയണം. പക്ഷേ പിണറായി വിജയന്റെ മൗനത്തെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എപ്പോഴും പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പിണറായി വിജയന്റെ മൗനം മാത്രമാണ്. അല്ലാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അന്ന് തന്നെ ആ മൈക്കിന്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് ഒരു മൈക്ക് ചെറിയൊരു മൈക്കിന് എന്തോ ഒരു പ്രശ്നം വന്നതിന് അത്രയൊക്കെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കുന്നില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വാചാലമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. പ്രത്യേകിച്ച് പിണറായി വിജയനെ നമ്മുടെ മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റിയുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ഒരു ആരോപണങ്ങൾക്ക് വിധേയനായിരിക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തരമായി പോവും. അദ്ദേഹം അറിയാതെയാണ് ഇത്രയും ക്രമക്കേടുകൾ സംഭവിച്ചതെന്ന് പറയുന്നത് വിഡ്ഢിത്തരമായി പോവും. അപ്പോൾ എന്ത് പറയണമെന്നും അദ്ദേഹവും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൗനം പാലിക്കുന്നത്. ഈ ഒരു മൗനമാണ് ബാക്കിയുള്ളവർ ഒരു ആയുധമായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ നടപടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടപടി എടുത്തിട്ടുണ്ട് എന്ന ചുമതലയിൽ നിന്ന് ആരെയും മാറ്റിയിട്ടുമില്ല. അതുകൊണ്ട് ഈ ചുമതലയിൽ നിന്ന് എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന് ചോദിക്കുമ്പോൾ അതും ഒരു ക്വസ്റ്റ്യനായി മാറുകയാണ്. അപ്പോൾ കൃത്യമായ ഒരു പ്രതികരണം മുഖ്യമന്ത്രി തരാതിരിക്കുന്നിടത്തോളം കാലം ആർക്കും കയറി എന്തും പറയാമെന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നിലവിൽ പിണറായി വിജയനെതിരെ നിൽക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയനാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് PV അൻവർ. ഒരു തരത്തിൽ പറഞ്ഞാൽ PV അൻവർ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുമുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു പരിപാടിയും ചെയ്യുന്നുണ്ട്. ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് PV അൻവറിന്റെ കാര്യവും KT ജലീലിന്റെ കാര്യവും കാരാട്ട് റസാഖിന്റെ കാര്യമൊക്കെയാണ്.
ഇപ്പം നമ്മൾ ഈ കൊല്ലത്ത് മുകേഷ് ജയിച്ച് വന്നതുപോലെ, ഇപ്പം മുകേഷ് എന്ന് പറഞ്ഞൊരു ഫെയിമാണ്, ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെ മുൻനിർത്തി നമ്മളൊരു ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ കൂടുതൽ വോട്ടുകൾ കിട്ടും. അപ്പം ആ ഒരു രീതിയിൽ ഒരു കൂട്ടം ജനങ്ങളുടെ വോട്ട് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ മുൻനിർത്തി, അല്ലെങ്കിൽ ആ പാർട്ടി മുൻനിർത്തി ജയിപ്പിച്ചവരാണ് ഈ കാരാട്ട് റസാഖ്, PV അൻവറൊക്കെ. അപ്പം അത്രയും ഒരു പറ്റം ആൾക്കാരുടെ വോട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ട് ഈ വ്യക്തികളെ നിർത്തിയാൽ. അപ്പം അങ്ങനെ നിർത്തിയ ഇലക്ഷനിൽ ജയിച്ചു വന്ന ഇവരെയൊക്കെ ഇപ്പം മുന്നിൽ വന്ന് നിന്ന് ഈ പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഇത് കാണണം. ഒരു രീതിയിൽ പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു, മറ്റൊരു രീതിയിൽ പിണറായിക്ക് പിന്നിൽ നിന്ന് കളിക്കുകയും ചെയ്യുന്നു. അതെ, പിണറായി കണ്ടിട്ട് യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു രീതിയിലുള്ള വാർത്താ സമ്മേളനം കൊടുക്കുകയും ഒരു മറുപടി കൊടുക്കും. MV ഗോവിന്ദനെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ മറ്റൊരു രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനം കൊടുക്കും. അത് ഇപ്പം MV ഗോവിന്ദൻ മുൻനിർത്തി കളിക്കുന്ന വ്യക്തിയാണ് PV അൻവർ. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഒരു മുൻനിര നേതാക്കന്മാരുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് പിണറായി വിജയൻ തന്നെയാണ്. രണ്ടാമത് വരുന്നത് കോടിയേരി ബാലകൃഷ്ണനും, മൂന്നാമത്തെ ആള് EP ജയരാജനും, നാലാമത്തെ ആളാണ് MV ഗോവിന്ദൻ. ഇപ്പം പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു മുൻനിര നിൽക്കുന്ന വ്യക്തിയാണ് MV ഗോവിന്ദൻ. EP ജയരാജന് പിണറായി വിജയന്റെ അത്രയും സീനിയോറിറ്റി ഉണ്ടെങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് കൂടിയും അദ്ദേഹത്തിന് MV ഗോവിന്ദന്റെ അത്രയും ഒരു പബ്ലിസിറ്റി കിട്ടുന്നില്ല. അപ്പം MV ഗോവിന്ദൻ EP ജയരാജനെ വെട്ടി മുന്നിൽ നിൽക്കുകയാണ് എല്ലാ രീതിയിലും. അത് എങ്ങനെ മുന്നിൽ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കോടിയേരി ബാലകൃഷ്ണനാണ്, അദ്ദേഹം മരിച്ചുപോയി. അപ്പം ആ സ്ഥാനത്ത് ഇപ്പം നിൽക്കുന്നത് MV ഗോവിന്ദനാണ്. അപ്പം ഇനി അടുത്ത ലക്ഷ്യം എന്താന്ന് വെച്ചാൽ പിണറായിയുടെ സ്ഥാനമാണ്. പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ മരുമകനായ മുഹമ്മദ് റിയാസിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പിണറായി ഒരിക്കലും പാർട്ടി സമ്മതിക്കത്തില്ല. ഒരു പാർട്ടി ആയാലും ജനങ്ങളായാലും ഒരു രീതിയിലും മുഹമ്മദ് റിയാസിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ആരും സമ്മതിക്കില്ല. പിന്നെ കേരള രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ CPM-ന് ഇനി ഇവിടെ ഒരു വാഴ്ച ഉണ്ടാവുന്നെന്ന് തോന്നുന്നില്ല. പക്ഷേ MV ഗോവിന്ദൻ ആ ഒരു സ്ഥാനം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന PV അൻവറിന്റെ വിഷയം. ഈ ഒരു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം തന്നെയാണ് ഈ ഒരു കുതുകാൽ വെട്ടലും പാർട്ടിക്കുള്ളിലെ ഈ ഒരു കലഹങ്ങളും ഒക്കെ തന്നെ. പിണറായി വിജയൻ എന്നൊരു വൻമരത്തെ തകർക്കാനാണ് MV ഗോവിന്ദൻ എന്നുള്ളൊരു നേതാവ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നതിൽ തെല്ലുമില്ല എന്ന് തന്നെ പറയാം.